രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ അധ്യായങ്ങളിൽ ഒന്നായ സോളാർ പീഡന കേസ് വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കാൻ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ഗൂഢാലോചനയുടെ ചുരുളുകൾ ഓരോന്നായി അഴിഞ്ഞു വീഴുമ്പോൾ ആക്ഷേപത്തിന്റെ മുന നീളുന്നത് നിലവിലെ മന്ത്രി KB ഗണേഷ് കുമാറിലേക്കാണ്. ഗണേഷ് കുമാറിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം സുധീർ മലയിൽ കോടതിയിൽ നൽകിയ രഹസ്യമൊഴി കേവലം ഒരു വെളിപ്പെടുത്തൽ എന്നതിലുപരി കേരളത്തിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ പോകുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. UDF സർക്കാരിന്റെ കാലത്ത് 2011 മുതൽ 2013 വരെ ഗണേഷ് കുമാർ മന്ത്രിസഭയിലെ ശക്തനായ അംഗമായിരുന്നു. എന്നാൽ കുടുംബ വഴക്കിനെ തുടർന്ന് അന്നത്തെ ഭാര്യ യാമിനി തങ്കച്ചി മ്യൂസിയം പോലീസിൽ നൽകിയ ഗാർഹിക പീഡന പരാതി അദ്ദേഹത്തിന് തിരിച്ചടിയായി. അറസ്റ്റിന്റെ വക്കോളം എത്തിയ സാഹചര്യത്തിൽ 2013 ഏപ്രിൽ 2-ന് ഗണേഷ് കുമാറിനെ രാജിവെക്കേണ്ടി വന്നു. അന്ന് ഗണേശനെ സംരക്ഷിക്കാൻ ഉമ്മൻചാണ്ടി ആവുന്നത്ര ശ്രമിച്ചിരുന്നു എന്നതൊരു വസ്തുതയുമാണ്. ഗണേശന്റെ പിതാവായ R ബാലകൃഷ്ണപിള്ള തന്നെ മകനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടും ഉമ്മൻചാണ്ടി ഗണേശനെ വിശ്വസിച്ചു. ഗണേശനെതിരെയുള്ള പരാതി ഒത്തുതീർപ്പാക്കാൻ അന്നത്തെ തൊഴിൽ മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോണിനെയാണ് ഉമ്മൻചാണ്ടി ചുമതലപ്പെടുത്തിയത്. എന്നാൽ കേസ് ഒത്തുതീർപ്പായി മടങ്ങി വന്ന ഗണേശനെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ഉമ്മൻചാണ്ടി തയ്യാറായില്ല. UDF-നുള്ളിലെ മറ്റ് കക്ഷികളുടെ എതിർപ്പും രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇതിന് കാരണമായിരുന്നു. ഈ നിഷേധമാണ് ഉമ്മൻചാണ്ടിക്കെതിരെ തിരിയാൻ ഗണേഷ് കുമാറിനെ പ്രേരിപ്പിച്ചതെന്നാണ് സുധീർ മലയിലിന്റെ മൊഴി വ്യക്തമാക്കുന്നത്. തന്നെ കൈവിട്ട് ഉമ്മൻചാണ്ടിയെയും മറ്റ് UDF നേതാക്കളെയും പാഠം പഠിപ്പിക്കുമെന്ന വാശി ഗണേഷ് കുമാറിനുണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തോടൊപ്പം അന്ന് നിഴലായി കൂടെ ഉണ്ടായിരുന്ന സുധീർ വെളിപ്പെടുത്തുന്നുണ്ട്. കൊട്ടാരക്കര 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിൽ ഗണേഷ് കുമാറിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് സുധീർ ഉന്നയിച്ചിരിക്കുന്നത്. 2011 മുതൽ 2013 വരെ ഗണേഷിന്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന വ്യക്തിയാണ് സുധീർ. അതുകൊണ്ട് തന്നെ അക്കാലത്തെ രഹസ്യ നീക്കങ്ങളെല്ലാം അദ്ദേഹത്തിന് സുപരിചിതമായിരുന്നു. മൊഴിയിലെ പ്രധാന പോയിന്റുകൾ ഇങ്ങനെയായിരുന്നു. സോളാർ കേസ് പ്രതി ജയിലിൽ വെച്ച് എഴുതിയ കത്തിൽ 4 പേജുകൾ അധികമായി കൂട്ടിച്ചേർത്ത് ഗണേഷ് കുമാറിന്റെ അറിവോടും നിർദ്ദേശത്തോടും കൂടിയായിരുന്നു എന്ന് ആരോപിക്കപ്പെടുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെയും മറ്റ് പ്രമുഖ നേതാക്കളെയും ലൈംഗിക പീഡന കേസിൽ കുടുക്കാൻ വേണ്ടിയായിരുന്നു ഈ ഇടപെടൽ. ഉമ്മൻചാണ്ടിയെ ലൈംഗിക ആരോപണത്തിൽ കുടുക്കി രാഷ്ട്രീയമായി തകർക്കുമെന്ന് ഗണേഷ് കുമാർ തന്നോട് പലവട്ടം പറഞ്ഞിരുന്നുവെന്നും സുധീർ മൊഴി നൽകിയിരുന്നു. സോളാർ കേസിലെ പരാതിക്കാരിയും ഗണേഷ് കുമാറും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും ഓഫീസിലും അവർ നിത്യ സന്ദർശകയായിരുന്നു. ഉമ്മൻചാണ്ടിയെ കുടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ ബന്ധം ഉപയോഗിക്കപ്പെട്ടത്. 2015-ൽ ഗണേഷ് കുമാർ UDF വിട്ട് LDF-നോട് അടുക്കുന്നതും പത്തനാപുരത്ത് മത്സരിച്ച് വിജയിക്കുന്നതും ഈ ഗൂഢാലോചനയുടെ തുടർച്ചയാണെന്ന് ആരോപിക്കപ്പെടുന്നുണ്ട്. ഉമ്മൻചാണ്ടി എന്ന വൈകാരിക ഘടകം കേരള രാഷ്ട്രീയത്തിൽ ഇത്രയധികം ക്രൂശിക്കപ്പെട്ട മറ്റൊരു നേതാവ് ഉണ്ടായില്ല. എന്നാൽ തന്റെ മരണം വരെയും സോളാർ കേസിൽ താൻ നിരപരാധിയാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. CBI ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് നൽകിയതോടെ ഉമ്മൻചാണ്ടിയുടെ നിരപരാധിത്വം ജനമധ്യത്തിൽ തെളിയിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കിയതും ജനങ്ങൾ അദ്ദേഹം അനുഭവിച്ച വേട്ടയാടലുകൾക്ക് വോട്ടിലൂടെ മറുപടി നൽകിയെന്നാണ്. നിലവിൽ പുറത്തുവന്ന വെളിപ്പെടുത്തലുകൾ ഉമ്മൻചാണ്ടിയോട് വൈകാരികമായ അടുപ്പം പുലർത്തുന്ന കേരളീയ സമൂഹത്തിനിടയിൽ വലിയ രോഷത്തിന് കാരണമായിട്ടുണ്ട്. തന്നെ വിശ്വസിച്ച ഒരാളെ കുടുക്കാൻ സ്വന്തം സഹപ്രവർത്തകൻ തന്നെ ഗൂഢാലോചന നടത്തിയത് ജനാധിപത്യ ബോധമുള്ളവരെ വേദനിപ്പിക്കുന്നതാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറ്റ് പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലും UDF ഇത് പ്രധാന ആയുധമാക്കുമെന്ന് ഉറപ്പാണ്. നിലവിൽ ഇടതുമുന്നണി മന്ത്രിസഭയിൽ അംഗമായ ഗണേഷ് കുമാറിനെതിരെയുള്ള ഈ വെളിപ്പെടുത്തലുകൾ CPM-നും സർക്കാരിനും വലിയ തലവേദനയാണ്. ഗൂഢാലോചന കേസിൽ 2ാമത്തെ പ്രതിയാണ് ഗണേഷ് കുമാർ. സോളാർ പ്രതി 1-ാം പ്രതിയായ കേസിൽ അഭിഭാഷകനായ സുധീർ ജേക്കബാണ് പരാതിക്കാരൻ. കേസിൽ 4-ാം സാക്ഷിയായി സുധീർ മലയിൽ നൽകിയ മൊഴി നിയമപരമായും ഗണേശിന് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. തന്റെ രാഷ്ട്രീയ ലാഭത്തിനായി ഒരാളെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം ഗണേഷ് കുമാറിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ചും അഴിമതിക്കെതിരെയും അനീതിക്കെതിരെയും സംസാരിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹം പുലർത്തുന്ന ഇമേജ് ഈ വിവാദത്തോടെ തകർന്നിരിക്കുകയാണ്. സോളാർ കേസ് ഒരു വെറും തട്ടിപ്പ് കേസ് എന്നതിലുപരി കേരള രാഷ്ട്രീയത്തിലെ ചില നിഗൂഢമായ കരുനീക്കങ്ങളുടെ ആകെ തുകയായിരുന്നുവെന്ന് ഓരോ വെളിപ്പെടുത്തലുകളും തെളിയിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ജീവിതം രാഷ്ട്രീയ എതിരാളികളുടെയും ചില സ്വന്തം സഹപ്രവർത്തകരുടെയും ക്രൂരമായ വിനോദങ്ങൾക്ക് ഇരയാക്കപ്പെടുകയായിരുന്നു. സുധീർ മലയിലിന്റെ മൊഴി കോടതി എങ്ങനെ വിലയിരുത്തുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ഭാവി. ഏതായാലും അവസാനം സത്യം ജയിക്കുമെന്ന ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. പത്തനാപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ സുധീർ മലയിൽ താൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ തുറന്നു പറയുമ്പോൾ അത് കേരള ചരിത്രത്തിലെ വലിയൊരു രാഷ്ട്രീയ ചതിയുടെ മുഖമാണ് അനാവരണം ചെയ്യുന്നത്.